വിജയ് ആരാധകരും തമിഴ് സിനിമാ പ്രേമികളും ഇന്ത്യൻ സിനിമാ ലോകവും ഒന്നടങ്കം കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ജനുവരി 9 പൊങ്കൽ റിലീസായിട്ട് പ്ലാൻ ചെയ്ത ചിത്രത്തിന് എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വരികയും പിന്നീട് ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലാകുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ HD പതിപ്പ് ഇപ്പോഴത്തെ ലീക്കായിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ഒരു സാഹചര്യത്തിൽ റിലീസിന് തയ്യാറെടുക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോഴത്തെ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ജനനായകൻ എന്ന് പറയുന്ന സിനിമ വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രം അങ്ങനെ തുടങ്ങി ഒരുപാട് ഹൈപ്പുകൾ നേടിയ ചിത്രം ഇപ്പോഴത്തെ ഇന്റർനെറ്റിൽ ലീക്കായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ഒരു ക്ലിപ്പുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തരംഗമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിജയുടെ ഇൻട്രോ അടക്കമുള്ള സീനുകൾ കട്ട് ചെയ്തും അതോടൊപ്പം തന്നെ 3 മണിക്കൂറോളം വരുന്ന ചിത്രത്തിന്റെ മുഴുവൻ ഭാഗവും ഇതിനോടൊപ്പം തന്നെ പൈറസി സൈറ്റുകളിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ സൈറ്റുകളിലെല്ലാം തന്നെ വന്നു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെ ഇന്റർനെറ്റുകളിൽ നിന്നെല്ലാം തന്നെ ചിത്രത്തിന്റെ ക്ലിപ്സുകളെല്ലാം തന്നെ നീക്കം ചെയ്തു എന്നാണ് സാധിക്കുന്നതെങ്കിലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിജയ് ആരാധകരും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സിനിമയുടെ ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനും ഇവ ചോർത്തിയവർക്കെതിരെ നടപടിയെടുക്കാനും ചിത്രത്തിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് ആരാധകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എക്സിൽ നിന്നും വീഡിയോയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ട നടപടികൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ദൃശ്യങ്ങൾ ചോർന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഒരു വിഭാഗം ആരാധകർ സൂചിപ്പിക്കുന്നത്. ആരും ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഭാഗങ്ങൾ പങ്കിടരുതെന്നും അങ്ങനെ ചെയ്താൽ കർശനമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകുമെന്നും ആരാധകർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിനോദാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാലയ്യയുടെ ഭഗവന്ത് കേസരി എന്ന് പറയുന്ന സിനിമയുടെ തമിഴ് റീമേക്ക് കൂടിയായിരുന്നു ഈ ഒരു സിനിമ. എന്തൊക്കെയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ട് മുമ്പ് അവസാന ചിത്രം, അതായത് സിനിമാ കരിയറിൽ അവസാന ചിത്രം എന്ന രീതിയിൽ എത്താനിരുന്ന ചിത്രത്തിനാണ് ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഇനി തിയേറ്ററിലോട്ട് എത്തിയാലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.